മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. നിങ്ങളിത് കാണാത്തവരുണ്ടെങ്കിൽ നേരത്തെയുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ പോയി വെരിഫൈ ചെയ്യണം. നേരത്തെ നമ്മൾ സംസാരിച്ചത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ച്. ഇന്ന് നമ്മൾ സൗമ്യത, ഇന്ദ്രിയജയം ഇവയെക്കുറിച്ച് പറഞ്ഞ് ഈ ആത്മാവിൻ്റെ ഫലം കൺക്ലൂഡ് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത്. സൗമ്യത അഥവാ ജെൻറ്റിൽനെസ് എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അതിന് മീക്ക്നെസ് എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. മീക്ക്നെസ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് അല്ല, ചാബല്യം, കുറവല്ല, മീക്ക്നെസ് എന്ന് പറയും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ഹ്യൂമിലിറ്റി, അതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹ്യൂമിലിറ്റി ആൻഡ് താങ്ക്ഫുൾനെസ് ടുവേഴ്സ് ഗോഡ് ആൻഡ് പൊളൈറ്റ് ആൻഡ് റിസ്ട്രെയിൻഡ് ബിഹേവിയർ ടുവേഴ്സ് അതേഴ്സ്. ദൈവത്തോട് താഴ്മയും നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടും മറ്റുള്ളവരോട് പൊളൈറ്റായിട്ടും അതുപോലെ ബിഹേവിയറിൽ റിസ്ട്രെയിൻഡായിട്ടും ഇടപെടുകയും ചെയ്യുന്നതിനാണ് ജെൻറ്റിൽനെസ്, സൗമ്യത എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞാൽ ആങ്കർ, റിവെഞ്ച് എന്നൊക്കെ പറയും. അതിന് ഓപ്പോസിറ്റായിട്ട് കോപവും പ്രതികാരവും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ജെൻറ്റിൽനെസ്സിന് ഓപ്പോസിറ്റായിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ താഴ്മ ധരിച്ചുകൊണ്ട് നമ്മൾ സൗമ്യരായി തീരുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ശരിയായ പാത അറിയാത്തതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പോകുന്ന പാത ശരിയല്ല, നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിൽ കൂടെ അല്ല പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തോ എന്നോട് പറയും, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്കറിയാം ഞാൻ പോകുന്ന വഴി ഏതാണ്, അത് ശരിക്കും ഉള്ള പാത തന്നെയാണ് എന്നൊക്കെ നിങ്ങൾ എന്നോട് പറയും. ആ റിറ്റാലിയേറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്നതിൽ തന്നെ പലപ്പോഴും ഹ്യൂമിലിറ്റി ഇല്ലാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ചിന്താഗതി നിങ്ങൾ വരികയോ ചെയ്യുന്നില്ല. ഹ്യൂമൻ പവർ അണ്ടർ ഹ്യൂമൻ കൺട്രോൾ ഈസ് എ ഹാഫ് ബ്രോക്കൺ വെപ്പൺ ഇൻ ദ ഹാൻഡ് ഓഫ് ചൈൽഡ് എന്ന് പറഞ്ഞ് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഹ്യൂമൻ പവർ അണ്ടർ ഹ്യൂമൻ കൺട്രോൾ ഈസ് എ ഹാഫ് ബ്രോക്കൺ വെപ്പൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ചൈൽഡ്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു വെപ്പൺ, പൊട്ടിയൊരു വെപ്പൺ കിട്ടുന്ന രീതിയിലാണ് ഹ്യൂമൻ പവർ അണ്ടർ ഹ്യൂമൻ കൺട്രോൾ. മനുഷ്യൻ്റെ ശക്തി ആ രീതിയിലാണ്. നമുക്ക് ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പല ടാസ്കുകളും നമുക്ക് ചെയ്യാനായിട്ട്, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, നമുക്ക് അൺനോൺ ആയിട്ടുള്ള ടാസ്കുകളൊന്നും നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ വഴി അവസാനം മരണ വഴിയാണ് എന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. ഒരു മനുഷ്യൻ്റെ വഴി നേരെയാണെന്ന് അവന് തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ജീവിതത്തിൽ ദൈവിക ആലോചനയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും വലിയ ആവശ്യമായിരിക്കുന്നു. അത് ദൈവരാജ്യത്തിൽ വലിയ ശക്തിയായി തീരും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും നമുക്ക് തരും. അപ്പോൾ അത് ദൈവരാജ്യത്തിൽ വലിയ ശക്തിയായി തീരും എന്നുള്ളതാണ്. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇൻഫിനിറ്റാണ്, അത് ഹയറാണ്. നമ്മളെക്കായും ഉയർന്ന വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉയർന്നതുമാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ വഴികളൊക്കെ പലപ്പോഴും എൻഡ് ചെയ്യുന്നത് ഒരു മരണ വഴിയിലേക്കാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഈൽഡ് ചെയ്ത് കൊടുക്കുന്ന, ഹമ്പിൾ ചെയ്ത് കൊടുക്കുന്ന ആണ് യഥാർത്ഥത്തിലൊരു ജെൻറ്റിൽനെസ്. അതിൽ നിന്നാണ് ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മളിലേക്ക് വരുന്നത്. സൗമ്യത നിന്നെ വലിയവനാക്കും എന്ന് പറഞ്ഞൊരു ഭാഗം ബൈബിളിലുണ്ട്. സൗമ്യത നമ്മെ വലിയവനാക്കും. ആ സൗമ്യത നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന 2-3 വാക്യങ്ങൾ ഞാൻ ഈ തരണത്തിൽ നിങ്ങളോട് പറയാം. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വായിക്കുക. ഇയ്യോബ് 38:4.
ദൈവത്തിൻ്റെ വലിയ സൃഷ്ടിയെക്കുറിച്ചും അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നതാണ്. അതുപോലെ 1 യോഹന്നാൻ 3:20 ഇങ്ങനെയാണ് പറയുന്നത്, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. അപ്പോൾ ദൈവം നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും മുഴുവനായിട്ട് അറിയുന്ന ദൈവമാണ്. സങ്കീർത്തനം 44:21 ദൈവം ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നവനല്ലോ എന്നെഴുതിയിട്ടുണ്ട്. ദൈവം നമ്മളെ ശോധന ചെയ്യുന്നു, അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നു. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലമായ സൗമ്യതയിൽ നമ്മുടെ എല്ലാ കോപവും പ്രതികാരവും എല്ലാം മാറി നമ്മളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നു. അത് സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ക്ഷമിക്കാനായിട്ട്, മറ്റുള്ളവരെ ക്ഷമിക്കാനായിട്ട് ഉള്ള ഒരു ഹംബിൾനെസ് നമുക്ക് വരുന്നു. യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ മുമ്പേ വന്ന് പ്രസംഗിച്ച യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, ഞാനോ കുറയണം അവനോ വളരണം. ഞാൻ വലിയവനാകണം എന്നുള്ളതല്ല, ഞാനോ കുറയണം. സൗമ്യത കർത്താവിൻ്റെ ഹിതം സ്വീകരിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നു. നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങളിൽ നമുക്കറിയാം, മോബിൻ്റെ സൈക്കോളജി അനുസരിച്ച് നമ്മൾ അവരോട് ചേർന്ന് പ്രതികരിക്കുന്നവരാണ്. പല കാര്യങ്ങളും സത്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് പോലും മോബ് അതിനെതിരാണെങ്കിൽ, എന്നുവെച്ചാൽ ആൾക്കൂട്ടം അതിനെതിരാണെങ്കിൽ നമ്മൾ ആൾക്കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പല സ്ഥലത്തും സൗമ്യത നമ്മൾ മനസ്സിലാക്കിയാൽ കർത്താവിൻ്റെ ഹിതം സ്വീകരിക്കാനായിട്ട് അത് നമ്മളെ പ്രാപ്തരാക്കുകയും ആളുകളോട് ചേർന്ന് ന്യായത്തെ മറിച്ച് കളവാനായിട്ട് നമ്മൾ ഇടവരികയും ചെയ്യില്ല. ഗലാത്യർ 6:1 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക. അവനോട് ചേർന്ന് പാപം ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, അതിന് പകരമായി അവൻ തെറ്റ് അകപ്പെട്ടു പോയെങ്കിൽ അവനെ എൻകറേജ് ചെയ്ത് അവനെ സൗമ്യയുടെ ആത്മാവിൽ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി അവനെ തിരിച്ചു കൊണ്ടുവന്ന് അവനെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു ജെൻറ്റിൽനെസ്സിൻ്റെ മാതൃകയായിരുന്നു. യേശു എന്താണ് ചെയ്തത്? യേശു യെരുശലേമിലേക്ക് വരുന്നപ്പോഴേ പെസഹയുടെ സമയത്ത് കഴുതയുടെ പുറത്ത് കയറി താഴ്മ ധരിച്ചിട്ടാണ് വന്നത്. അത് പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന ഉപരിയായിട്ട് യേശുവിൻ്റെ ആ ഹംബിൾനെസ്സിനെ, ആ ജെൻറ്റിൽനെസ്സിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോഴേ ഈ ജെൻറ്റിൽനെസ് നമ്മളിലേക്ക് ധാരാളമായിട്ട് വരും എന്നുള്ളതാണ്. അടുത്ത അവസാനത്തെ ഒരു ഇതായിട്ട് പറയുന്ന സെൽഫ് കൺട്രോളാണ്, ഇന്ദ്രിയജയം എന്നാണ്. ഇത് ഏറ്റവും അവസാനം വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺട്രോൾ ഓൺ സെൽഫ്. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ജഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട്, അതിൻ്റെ രാഗമോഹങ്ങളൊക്കെ ഉണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാത്താൻ നമ്മളിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന ജഡമോഹങ്ങൾ നമ്മളിൽ ഉണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടില്ല, നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ഈ ശരീരം ഇതുവരെയും രൂപാന്തരപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ജഡമോഹങ്ങളുണ്ട് എന്നുള്ളത്, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി പരിശുദ്ധാത്മാവ് തരുന്നു. കൺട്രോളിങ് അവർ തോട്ട്സ്, അവർ വേർഡ്സ് ആൻഡ് അവർ ആക്ഷൻ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അതിൽ നമ്മൾ ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു. പാപ ശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇറ്റ് ഈസ് ഓൾറെഡി ഓവർ. നമ്മൾ ഇനി പാപത്തിന് അടിമയല്ല. അന്നേരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നമ്മൾ ഇൻകേപ്പബിളാണ് എന്നുള്ളതാണ്. നമ്മുടെ കൺട്രോളിന് ഇൻകേപ്പബിളാണ് എന്ന് പറഞ്ഞാൽ അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആത്മാവ് നമുക്ക് സെൽഫ് കൺട്രോള്, ഇന്ദ്രിയജയം തരുന്നു. എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കി റിയലൈസ് ചെയ്ത കാര്യമാണ് അവനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത്. നമ്മൾ മാത്രമല്ല, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചു എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അറ്റാക്ക് അകത്തു നിന്നും പുറത്തു നിന്നും അറ്റാക്കുണ്ട്. അകത്തുനിന്നുള്ള മൈൻഡ് നമ്മളോട് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു, പുറത്തുനിന്ന് ഇതെല്ലാം കണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. ഇതെല്ലാ രീതിയിലും കൺട്രോൾ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പണ്ട് നമുക്കറിയാം, രാജാക്കന്മാർ ഒക്കെ ഉള്ള കാര്യങ്ങളിൽ അവരുടെ ഭരണ സമയങ്ങളിൽ കോട്ടകളുണ്ടായിരുന്നു. അത്
കൊട്ടാരത്തിന് ചുറ്റും അല്ലെങ്കിൽ വലിയ മതിലുകൾ, കോട്ടകളുണ്ടായിരുന്നു രക്ഷിക്കാനായി. അതിനകത്ത് കാവൽക്കാരുണ്ടായിരുന്നു, ഗേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഡിഫൻസ് എന്താണ്? നമ്മുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ രക്ഷിക്കുന്നത് എന്താണ്? ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തിയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് സെൽഫ് കൺട്രോൾ നമുക്ക് വരുന്നത്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മൾ ഏറ്റെടുക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, സങ്കീർത്തനം 1 പറയുന്ന ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. 3 കാര്യങ്ങൾ: ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതിരിക്കുക, പാപികളുടെ വഴിയിൽ നിൽക്കാതിരിക്കുക, പരിഹാസികളുടെ കൂട്ടത്തിൽ ഇരിക്കാതിരിക്കുക. എന്നിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് മറ്റു വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ജീവിക്കുക. അപ്പോൾ നമ്മളെ പാപം എൻസ്ലേവ് ചെയ്യുകയില്ല. 2 പത്രോസ് 1:6 പറയുന്നത്, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും കാണിക്കുക. സെൽഫ് കൺട്രോൾ ലീഡ്സ് ടു പെർസിവറൻസ്. അതുകൊണ്ട് ഇന്ദ്രിയജയം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഫ്രൂട്ടാണ്. അത് നമ്മളെ ഈ പാപത്തിൽ നിന്നും, ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും, അതുപോലെ ജഡത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും എല്ലാം നമ്മളെ വിടുവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് വർദ്ധിച്ചു വരണം ഈ ദിവസങ്ങൾ. നമുക്കറിയാം, ആദ്യം സ്നേഹത്തിൽ തുടങ്ങി ഇന്ദ്രിയജയത്തിൽ അവസാനിക്കും. സോ സെൽഫ് കൺട്രോൾ ഈസ് ഡിഫിക്കൽട്ട്. ഇഫ് യു ആർ കൺട്രോൾഡ് ബൈ സ്പിരിറ്റ്, വി വിൽ ഹാവ് ദ സെൽഫ് കൺട്രോൾ. ആത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽഫ് കൺട്രോൾ ആവുന്നത്. ഇനിയും ജനറലായിട്ട് ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ മെനി ആർ ഫ്രൂട്ട്ലെസ്. ഇന്ന് പലരും ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നുള്ളതാണ്. വൈ ഇറ്റ് ഈസ് ദാറ്റ്? ബിക്കോസ് വി ആർ നോട്ട് അബൈഡിങ് വിത്ത്. കർത്താവിൽ നമ്മൾ വസിക്കാത്തതുകൊണ്ടാണ് ഫലം കായ്ക്കാതിരിക്കുന്നത്. വി ആർ നോട്ട് ക്രൂസിഫൈഡ് അവർ സെൽഫ്. നമ്മുടെ ശരീരം, നമ്മുടെ സെൽഫിനെ ക്രൂശിച്ചിട്ടില്ല, കർത്താവിൽ നമ്മൾ വസിക്കുന്നില്ല എന്നുള്ളത്. രണ്ടാമത് ഓർക്കേണ്ടത്, ഫ്രൂട്ട് ഈസ് നെസസറി. ഫ്രൂട്ട് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഇതാണ്, കായ്ക്കാത്തതിനൊക്കെയും വെട്ടി തീയിലിടുന്നു. അതായത് ഫ്രൂട്ട് നിങ്ങളിൽ നിന്ന് വന്നില്ലെങ്കിൽ നിങ്ങളെ വെട്ടി തീയിലിടും. അതുകൊണ്ട് കായ്ക്കാൻ ഏറ്റവും ആവശ്യമാണ് എന്നുള്ളത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ അറിയാം. സോ ഫ്രൂട്ട്സ് ആർ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. നിങ്ങൾ എന്താണ്? ഇപ്പം പ്ലാവ്, ഇപ്പം അറിയാൻ വയ്യാത്ത വേറൊരു കൺട്രിയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു, പ്ലാവ് കണ്ടിട്ട് എന്തുവാന്ന് അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൽ ചക്ക കഴിക്കുമ്പം അയാൾക്കറിയാം ഇത് ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് അഫോർഡ്സ് ഐഡൻറ്റിഫിക്കേഷൻ. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്തിൽ അറിയാം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. ആദ്യമ സൃഷ്ടിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഈ സീഡ് ഈസ് ദ ഫ്രൂട്ട്. അതിൻ്റെ വിത്തിരിക്കുന്നത് ആ ഫലത്തിലാണ്. അതെന്തിനുള്ളതാണ്? അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. ഇഫ് ദർ ഇസ് നോ ഫ്രൂട്ട്, ദർ ഇസ് നോ സീഡ് ഓർ റീപ്രൊഡക്ഷൻ. ശരിക്കും ഫ്രൂട്ട് ഇല്ലെന്നില്ല, ആ വിത്തുമില്ല, അത് മുന്നോട്ടുള്ള റീപ്രൊഡക്ഷനും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഫ്രൂട്ട് ബെയറിങ് ഏറ്റവും പ്രധാനമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ദൈവം ഫലം ആഗ്രഹിക്കുന്നുണ്ട്. ഫലമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. അത്തിയെ നോക്കി കർത്താവ് ശപിച്ചതുപോലെയോ, അല്ലെങ്കിൽ ഫലമില്ലാത്തതിനെ നിങ്ങൾ കൃഷിക്കാർ വെട്ടിക്കളയുന്നത് പോലെയോ ഒക്കെ അത് തീയിലിടുന്നത് പോലെയോ, അല്ലെങ്കിൽ നിങ്ങൾ ഫലമില്ലാത്ത അവസ്ഥയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് യൂസ്ലെസ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അടുത്ത ജനറേഷനെ പോലും ആ സീഡില്ലാതെ ഉണ്ടാകാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായല്ലോ ഫലത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആത്മാവ് ഫലം പുറപ്പെടുവിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഈ ക്യാരക്ടറെല്ലാം നമ്മളിലേക്ക് കൂടുതൽ ഈ നാളുകളിൽ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടാണ്. അത് കൂടുതൽ വർദ്ധിച്ച് വരാനായിട്ടാണ്. ചെറിയ ഡിഗ്രിയിലെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോഴത് വരുന്നുണ്ട്. എന്നാൽ അത് ഈ ദിവസങ്ങളിൽ കൂടുതൽ വർദ്ധിച്ചു വരണം. നിങ്ങളത് കൂടുതലായിട്ട് ഈൽഡ് ചെയ്യപ്പെടണം. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നത്. അതിനകത്താണ് പരിശുദ്ധാത്മാവിൻ്റെ വിവിധ
ഘടകങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നിറയേണ്ടത്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് വരങ്ങൾ തരുന്നത്, ദാനങ്ങളെ തരുന്നത് എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇന്ന് ഈ ദിവസങ്ങളിൽ 2-3 ദിവസമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ടിനെ കുറിച്ചാണ് പഠിച്ചത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു, സ്നേഹത്തിൽ തുടങ്ങി അവസാനം ഇന്ദ്രിയജയത്തിൽ വന്ന് അവസാനിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എന്തിനാണ് ഇതെല്ലാം പറഞ്ഞത്? നമ്മുടെ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. ആ വളർച്ച ഉണ്ടാവണമെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെട്ട ജീവിതമായിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം, ഈ വിവിധ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയും ജീവിതത്തിലെ ഈ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാനും കർത്താവ് ഇടവരുത്താനായിട്ടാണെന്ന് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കഴിഞ്ഞ അനേകം ദിവസങ്ങളായിട്ട് സീരീസായിട്ട് ചിന്തിക്കുകയായിരുന്നല്ലോ. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ലോകത്തിൽ വന്ന്, ഏത് രീതിയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പാപിയിൽ എങ്ങനെയായിരുന്നു, വിശുദ്ധന്മാരിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അത് ഏത് രീതിയിൽ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നു, ഏത് രീതിയിൽ ഈ നാളുകൾ നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ചിന്തിച്ചല്ലോ. കർത്താവെ, അതിൻ്റെ വിവിധ വരങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഫ്രൂട്ട് എന്താണെന്ന് ഞങ്ങൾ പഠിച്ചു. ദൈവമേ, ഇതെല്ലാം ദൈവത്തിൻ്റെ ക്യാരക്ടർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടതായിരിക്കാൻ സഹായിക്കണമേ. ജഡത്തെ സപ്രസ് ചെയ്തുകൊണ്ട് കർത്താവിൽ ഞങ്ങൾ ജയാളിയാണെന്ന് പറയുവാനായിട്ട് കാരണമാക്കി തീർക്കണമേ. ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൽ നിറയാത്തവരെ, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ ജീവിക്കാത്തവരെ കർത്താവെ, വിശ്വാസത്തോടെ അവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് അവരുടെ ജീവിതങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കർത്താവെ ഉള്ളിൽ കർത്താവെ റെസ്ട്രിക്റ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ചില പാപങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ചില വൈസസ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ചില അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പൊട്ടട്ടെ, അതിൽ നിന്ന് റിലീസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചവരുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ആ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുകയും പൂർണ്ണമായിട്ട് അത് ക്ലീൻ ചെയ്ത് അവരെ റിലീസ് ചെയ്ത് സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഗരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടവർക്കായിട്ടെല്ലാം നന്ദി. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടണം. പ്രത്യേകിച്ച് പറയുന്ന ചില കാര്യങ്ങളൊക്കെ അപ്പോഴേ തന്നെ ടൈപ്പ് ചെയ്തിട്ടാൽ നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിലത് കൂടുതലായിട്ട് കയറും. അതുപോലെ പ്രയർ റിക്വസ്റ്റുകൾ അതിനകത്ത് പറയുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.